പ്രിയപ്പെട്ടവരെല്ലാവരും നല്ല കൈയടി കൊടുക്കുക. ആവേശമുള്ളൊരു കൈയടി, സ്നേഹമുള്ളൊരു കൈയടി. പ്രിയപ്പെട്ടവരെ, ഇനി ഒരു അമാന്തം കൂടാതെ എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴഞ്ഞു പോകണം. സ്റ്റാർട്ടറൊക്കെ അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റെഡിയാണ്. അവിടെ ജലഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ വള്ളങ്ങളും, ഏറ്റവും പുറത്ത് കിടക്കുന്ന വള്ളങ്ങൾ ആദ്യം തുഴഞ്ഞു പോയാൽ മാത്രമേ നമ്മുടെ ജലഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് സൺറൈസ് നിങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കടന്നു പോയിക്കോ. എല്ലാ വള്ളങ്ങളും ഗരുഡൻ ജലഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കടന്നു പോകും. എല്ലാ വള്ളങ്ങളും. എന്താ ഇങ്ങനെ ഇന്നലെ തൃപ്രകാരം ഞാൻ കണ്ടൊരു കാര്യമാണ്, എല്ലാവരും ജലഘോഷയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അമാന്തം. സെന്റ് സെബാസ്റ്റ്യൻ ജലഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കടന്നു പോകും. ഗരുഡൻ കടന്നു പോയാലേ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 1 തുഴഞ്ഞ് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. വടക്കുംപുറം നമ്പർ 2 ശ്രീമുരുകൻ ജലഘോഷയാത്രയ്ക്ക് പങ്കെടുത്തുകൊണ്ട് കടന്നു പോവുക. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 19ഓളം ഇരുട്ടുകുത്തി വള്ളങ്ങളെ കോർത്തിണക്കിക്കൊണ്ടും അതിന്റെ മുഖ്യവാലയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആ വള്ളത്തെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും എനിക്ക് ഈ വിഷ്വലിൽ നോക്കുമ്പോൾ ഒരല്പം പുറകിലേക്ക് ശ്രീമുരുകൻ പോയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും 2ാം ട്രാക്കിലേക്ക് കടന്നു വരുന്ന മണപ്രാതുരുത്ത് BCN നടുവിൽക്കരയുടെ കൈക്കരുത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ ഒപ്പത്തിനൊപ്പം പിടിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട തട്ടകത്തമ്മ NKBC ബോട്ട് ക്ലബ് നടുവിൽക്കരയുടെ ചുഴക്കുട്ടന്മാർ 2 കളിവള്ളങ്ങളിലായി അങ്ങനെ പോരാടിക്കൊണ്ട് കടന്നു വരുമ്പോൾ ആര് വിജയിക്കും, ആര് പരാജയപ്പെടും എന്നുള്ളതൊക്കെ പ്രവചനങ്ങൾക്ക് അതീതമാണെങ്കിൽ കൂടിയും ഇവിടെ കൂടിയിരിക്കുന്ന 10,000-കണക്കിന് ജലോത്സവ പ്രേമികളുടെ ശ്രദ്ധ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് എന്നുള്ളതിന് തർക്കമില്ല. നമ്മുടെ പ്രിയപ്പെട്ട വേദിയിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സമ്പന്നമായിട്ടുള്ള ഈ വേദിയിലുള്ള മുഴുവൻ പ്രഗത്ഭരും അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 3 കളിവള്ളങ്ങളും അവിടെ നിന്ന് മത്സരിച്ച് ഇതാ നമ്മുടെ കൺമുൻപിലേക്ക് ഇത് അവരങ്ങനെ കടന്നു വരുമ്പോൾ ഈ കണ്ടശാങ്കരവും കൊല്ലത്തിന്റെ ആ പാലക്കാടിലേക്ക് എത്തുമ്പോൾ 3 കളി അതാ ഒപ്പത്തിനൊപ്പം കടന്നു വരുന്ന തട്ടകത്തമ്മയും മണപ്രാതുരുത്തും ഒരൽപ്പം മുമ്പിൽ തട്ടകത്തമ്മയല്ലേ ഇല്ല വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മണപ്രാതുരുത്തുണ്ട്. ആര് വിജയിക്കും, ആര് പരാജയപ്പെടും, ഇനിയുമുണ്ട് ഒരു ട്രാക്ക് ദൂരം. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ടശാങ്കരവിന്റെ പ്രിയപ്പെട്ടവരെ ഉണർന്ന് ഒന്ന് കൈയടിച്ച് ഒന്ന് ഉറപ്പ് പിടിച്ച് നമ്മുടെ വള്ളങ്ങളിൽ ലോകമെമ്പാടുമുള്ള ജലോത്സവ പ്രേമികൾ ഈ ടിവിയിലൂടെ കണ്ടാൻ സാധിക്കുമ്പോൾ ഇതാ 2 കളിവള്ളങ്ങൾ തട്ടകത്തമ്മയും മണപ്രാതുരുത്തും ആവേശം കോരി വിതറിക്കൊണ്ട് അതാ എന്തൊരു മത്സരമാണ്, എന്തൊരാവേശമാണ്. ശക്തിയോടെ തുടങ്ങലെറിഞ്ഞുകൊണ്ട് തട്ടകത്തമ്മ ഒപ്പം പിടിക്കാൻ മണപ്രാതുരുത്ത് സുന്ദരമായിട്ടുള്ള ഒരു മത്സരം. ഒരൽപ്പം മുമ്പിലേക്ക് തട്ടകത്തമ്മ അങ്ങനെ ലീഡ് വെച്ച് പോകുന്നുണ്ടെങ്കിലും സർവശക്തിയും ഉപയോഗിച്ച് നമ്മുടെ മണപ്രാതുരുത്ത് ഒപ്പം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തായാലും ഒരൽപ്പം പുറകിലേക്ക് ഞങ്ങളൊന്ന് പോയെങ്കിലും ഈ കണ്ടശാങ്കടവ് ജലോത്സവത്തിന്റെ ഭാഗമാകുവാൻ, ഈ ജലോത്സവത്തിൽ ഞങ്ങളുടെ നാട്ടുകാരുടെ മുൻപിൽ ഒരു മിന്നു പ്രകടനം കാഴ്ചവെക്കുവാൻ ശ്രീമുരുകൻ നവജ്യോതി ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ കടന്നു വരുമ്പോൾ ആദ്യപാദ മത്സരം ഇതാ നമുക്ക് മുന്നിലൂടെ മനോഹരമായി നല്ല ഒരു ദൃശ്യാവിഷ്കാരം സമ്മാനിച്ചുകൊണ്ട് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ശ്രീമുരുകനും അങ്ങനെ അവസാനത്തെ ആ ഫിനിഷിംഗ് ലൈനിനെ തൊട്ടുകൊണ്ട് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നല്ല സുന്ദരമായിട്ടുള്ള ഒരു മത്സരത്തിന് തുടക്കം കുറിച്ച് പ്രിയപ്പെട്ടവരങ്ങനെ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയും പെട്ടെന്ന് അവരുടെ സ്പീഡിൽ അങ്ങ് കടന്നു പോകട്ടെ. കാരണം കേരളത്തില് ഇരുട്ടുകുത്തി വിഭാഗത്തിൽപ്പെട്ട 20 മുതൽ 25 ആളുകൾ വരെ കയറിവരിക്കുന്ന പ്രിയപ്പെട്ട ഇരുട്ടുകുത്തി വള്ളങ്ങൾ, നമ്മുടെ നാട്ടിലെ B ഗ്രേഡ് വള്ളങ്ങൾ, പൊതുവെ C ഗ്രേഡ് വള്ളങ്ങൾ, കുട്ടനാട്ടിൽ വേണമെങ്കിൽ C ഗ്രേഡ് വള്ളങ്ങൾ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ നമ്മുടെ B ഗ്രേഡ് വള്ളങ്ങൾ 1ാമത്തെ ട്രാക്കിലൂടെ വടക്കുംപുറം ജനസംഘം ബോട്ട് ക്ലബ്ബ് 34 ത്രിപ്രയാർ, അണിയത്ത് സഹലുണ്ട്, അമരത്ത്
ലിയോ വർഗീസ് ഉണ്ട്. രണ്ടാമത്തെ ട്രാക്കിൽ ചെറിയ പണ്ഡിതൻ, ഒരുപാട് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കയറിയിട്ടുള്ള ചെറിയ പണ്ഡിതനെ നയിക്കുന്നത് ശ്രീമുരുക ബോട്ട് ക്ലബ്ബ്. സ്വാഭാവികമായും ശ്രീമുരുക ബോട്ട് ക്ലബ്ബ് കപ്പിത്താനം ഒരുമനയൂർ അതിനെ നയിക്കുമ്പോൾ ക്യാപ്റ്റൻ ധനേഷ് ഒരുമനയൂർ അതിനെ നയിച്ചുകൊണ്ട് വരുമ്പോൾ ലീഡിംഗ് ക്യാപ്റ്റൻ സജീവ് ഒരുമനയൂർ, അതിന്റെ അണിയത്ത് സജീഷ് ഉണ്ട്. സജീഷ് ഒരുമനയൂർ അണിയെ നയിക്കുമ്പോൾ അമരത്ത് ജയേഷ് നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ നമ്മുടെ പാപ്പി എന്ന് അറിയപ്പെടുന്ന ജയേഷ് നയിക്കുമ്പോൾ പമ്പാവാസനെ BBC ഇല്ലിക്കൽ കാരണം നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ആവേശമുള്ള മത്സരത്തിൽ ക്യാപ്റ്റൻ അക്ഷയ് നയിച്ചുകൊണ്ട് കടന്നു വരുന്നു. ലീഡിംഗ് ക്യാപ്റ്റൻ അഖിൽ നയിക്കുമ്പോൾ നമ്മുടെ അണിയത്ത് ഹരീഷ് ഇല്ലിക്കലുണ്ട്. അമരത്ത് ശരത് ഇല്ലിക്കൽ നയിച്ചുകൊണ്ട് ഇതാ നമ്മുടെ കൺമുന്നിലേക്ക് ആ 3 ജലയാനങ്ങൾ കുതിച്ച് പാഞ്ഞു കടന്നു വരുന്ന കാഴ്ച. സുന്ദരമായ ഒരു മത്സരം, ആവേശമുള്ള ഒരു മത്സരം. പറന്നു വരുന്ന ഏതാണ്ട് എഴുതുവിട്ട ശരം പോലെ 3 കരിയാകങ്ങളെ പോലെ 3 വള്ളങ്ങൾ ഉജ്ജ്വലമായി തുഴഞ്ഞുകൊണ്ട് കടന്നു വരുന്ന 3 ജലയാനങ്ങൾ. വടക്കുംപുറം ചെറിയ പണ്ഡിതൻ, പമ്പാവാസൻ. എന്തൊരു വരവ്, എന്തൊരു മത്സരം. വടക്കുംപുറം കല്ലൊന്ന് മുന്നിലേക്ക് കുതിച്ചു പാഞ്ഞു. പമ്പാവാസ എന്തൊരു വരവ്. അട്ടിമറി വിജയത്തിന് അവസാന ശ്രമം നടത്തുന്നു. പ്രിയപ്പെട്ട പമ്പാവാസൻ ഇവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ചെറിയ പണ്ഡിതനും അവരും ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ചെന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിന്റെ താക്കുകുട്ടികളെ കടന്നുകൊണ്ട് 3 വള്ളങ്ങളും കടന്നുപോയി. യുവജന കലാസമിതി പാടൂരിന്റെ കൈക്കരത്തിൽ ആ പിടിവിട്ട് ഇങ്ങനെ മുന്നോട്ട് കടന്നു വരികയാണോ? ഇല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ഗോകുലത്തിന്റെ 6ാം തമ്പുരാൻ എന്ന് വിളിക്കുന്ന ഗോകുലത്തിന്റെ ഒപ്പമുണ്ട് മയിൽവാഹനം. ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ആ പാലക്കാലിലേക്ക് നോക്കിയാൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ആ കൊടികളൊക്കെ ഒന്നെടുത്ത് വീശിക്കൊണ്ട് ഏകദേശം നമ്മുടെ കൺമുമ്പിലേക്ക് ആ കളിവള്ളങ്ങൾ എത്താറായി എന്നുള്ള ഒരു സൂചന നമുക്ക് സമ്മാനിക്കുമ്പോൾ നാം ഏവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്, നോക്കി നിൽക്കുകയാണ്. ഈ 3 കളിവള്ളങ്ങളുടെയും ഗംഭീരമല നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. സുന്ദരമായിട്ടുള്ള ആ വെള്ള ജേഴ്സിയൊക്കെ അണിഞ്ഞ് ആ വെള്ള പങ്കായങ്ങൾ ആ വെള്ളത്തിന് മീതെ കുത്തിയെറിഞ്ഞുകൊണ്ട് സർവശക്തിയും ആ തുഴകളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഈ കനാലിനെ കോരിത്തരിപ്പിച്ചുകൊണ്ട് സുന്ദരമായി തുഴകറിഞ്ഞുകൊണ്ട് സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 അങ്ങനെ 1ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 2ാം ട്രാക്കിലൂടെ ഗുരുവായൂർ ടൗൺ ബോട്ട് ക്ലബിന്റെ മയിൽ വാഹനനുണ്ട്. ഒറ്റത്തടി തമ്പകത്തിൽ തീർത്ത മയിൽ വാഹനൻ പ്രിയപ്പെട്ട ഞാറക്കലിലുള്ള സുനിൽ ചേട്ടന്റെയും സന്തോഷ് ചേട്ടന്റെയും സുനിലേട്ടന്റെയും ഉടമസ്ഥതയിലുള്ള മയിൽ വാഹനൻ ഇതാ നമ്മുടെ കൺമുമ്പിലേക്ക് എത്തുമ്പോൾ എവിടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യടികളൊക്കെ എവിടെ നമ്മുടെ ആർപ്പുകളി കയ്യടികൾ ഉയരട്ടെ, ആർപ്പുകളികൾ ഉയരട്ടെ. ശക്തമായിട്ടുള്ള ഒരു മത്സരം ഇതാ നമ്മുടെ കൺമുമ്പിലേക്ക് എത്തുമ്പോൾ 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ആണോ, യുവജന സമിതി പാടൂരാണോ, അതോ 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ഗോകുലത്താണോ, BBC പുതിയന്ത്രത്തിന്റെ ഗോകുലത്താണോ? കണ്ണും കൈയും പൂർത്തിച്ചു വെക്കുക. ശക്തമായിട്ടുള്ള മത്സരം. സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ഗോകുലത്ത് ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് സർവശക്തിയും ഉപയോഗിച്ച് ഫിനിഷിംഗ് ലൈനിലെ ലക്ഷ്യമാക്കി 2 കളിവള്ളങ്ങളും യുവജന കലാസമിതി പാടൂർ ഇന്ന് BBC പുതിയന്ത്രത്ത് സുന്ദരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് 2 കളിവള്ളങ്ങൾ കടന്നുപോയെങ്കിലും ആവേശം ചോരാതെ ഗുരുവായൂർ ടൗൺ ബോട്ട് ക്ലബിന്റെ മയിൽവാഹനൻ എന്റെ പ്രിയപ്പെട്ടവരെ വള്ളംകളിയോടുള്ള അതങ്ങാത്ത ആവേശം കൊണ്ട് പുതിയ ഒരു തലമുറ, പുതിയ ഒരു ബോട്ട് ക്ലബ് ഉണ്ടാക്കി. ആദ്യമായി ഇന്ന് തൃശ്ശൂരിൽ ഗുരുവായൂർ ടൗൺ ബോട്ട് ക്ലബിന്റെ പേരിൽ എന്റെ കൊച്ചനുജന്മാർ ഒരു പുതിയ ക്ലബൊക്കെ രൂപീകരിച്ച് മയിൽവാഹനിൽ നല്ല ഒരു പ്രകടനം, തുടക്കക്കാർ കൊത്ത സുന്ദരമായിട്ടുള്ള ഒരു പ്രകടനം മയിൽവാഹനിൽ കാഴ്ചവെച്ചുകൊണ്ട് അവർ അവരുടെ തുടക്കം ഗംഭീരമാക്കിക്കൊണ്ട് അങ്ങനെ ജൈത്ര BBC കല്ലിങ്കടവാണ്. അതിന്റെ ക്യാപ്റ്റൻ നമ്മുടെ പ്രിയപ്പെട്ട നെഹാൽ, അതോടൊപ്പം തന്നെ ലീഡിംഗ് ക്യാപ്റ്റൻ പ്രവീൺ കല്ലിങ്കടവ് അതിനെ നയിക്കുമ്പോൾ സ്പോൺസർ ചെയ്യുന്നത് ഗ്രാമർ ബോയ്സ് മരത്താക്കര. അതോടൊപ്പം തന്നെ അണിയത്ത് പ്രവീൺ കല്ലിങ്കടവുണ്ട്. അമരത്ത് രാകേഷ് നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ 3 ജലയാനങ്ങൾ ഏതാണ്ട് എഴുതുവിട്ട ശരങ്ങളെ പോലെ ഇന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിവിടെ നേരിട്ട് വള്ളംകളി കാണുന്നു. നമ്മുടെ വീട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് ആ വള്ളംകളി കാണാനുള്ള സൗകര്യം നമ്മുടെ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിയുടെ ഈ സാഹചര്യം പ്രിയപ്പെട്ട
നമ്മുടെ ഗ്രാമ്യ ചാനൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും അവരെ ആ വിവരം അറിയിക്കണം. ആ ഗ്രാമ്യ ചാനലിലൂടെ ഇത് കാണുമ്പോൾ അതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷൻ കണ്ടശാങ്കടവാണ് എന്നുകൂടി അറിയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിതാ നമ്മുടെ കൺമുന്നിലേക്ക് ആ ജലയാനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ആവേശകരമായ സുന്ദരമായ ആ ഒരു സാഹചര്യത്തിൽ എന്തൊരു മത്സരം, എന്തൊരു കുട്ടിയെറിയല്, എന്തൊരു അടപായങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമരക്കാര് 3 വള്ളത്തിന്റെയും 1ാം അമരവും 2ാം അമരവും അവരുടെ അടപകായങ്ങൾ കുത്തിയെറിഞ്ഞുകൊണ്ട് അവരുടെ ആ ജലകണങ്ങളെ ആകാശം വിട്ട് കോരിയെറിയുമ്പോൾ എന്തൊരു മത്സരമാണ്, എന്തൊരു ആവേശമാണ്. സുന്ദരമായ മത്സരം, ആവേശമുള്ളൊരു മത്സരം. നമ്മുടെ പ്രിയപ്പെട്ട ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സെന്റ് സെബാസ്റ്റ്യനും അതോടൊപ്പം തന്നെ മയിൽപീലിയും ജിബീത്തകനും കുതിച്ച് പാഞ്ഞ് ജിബീത്തകൻ ഏതാണ്ട് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. തൊട്ടു പിന്നാലെ 2 വള്ളങ്ങളും സെന്റ് ജോസഫ് നമ്പർ 2-ഉം അതോടൊപ്പം തന്നെ മയിൽപീലിയും ഏതാണ്ട് ഒരുവിധം തുല്യത പാലിച്ചുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയി. ഗോതിരുത്തുകരയുടെ മാനസപുത്രൻ ഗോതിരുത്ത് ജലകായിക സമിതിയുടെ ഉടമസ്ഥതയിലുള്ള ഗോതിരുത്ത് പുത്രൻ അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ 1ാം ട്രാക്കിലൂടെ താണിയൻ ദി ഗ്രേറ്റ്, താണിയൻ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള താണിയൻ ദി ഗ്രേറ്റ്, നമ്മുടെ പഴയ കാല ജലരാജാവ് താണിയൻ ഇപ്പോൾ താണിയൻ ദി ഗ്രേറ്റ് എന്ന നാമധേയത്തിലേക്ക് മാറിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 2 വള്ളങ്ങളുണ്ട് ഏകനയുടെ താണിയനും താണിയൻ ദി ഗ്രേറ്റും. നമ്മുടെ താണിയൻ ദി ഗ്രേറ്റ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജലോത്സവ ട്രാക്കുകളെ തന്റെ വരുതിയിലാക്കിയവൻ, തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയവൻ താണിയൻ ദി ഗ്രേറ്റ്. അതാ നമ്മുടെ കൺമുൻപിലേക്ക് ആ മത്സരം ഇങ്ങനെ എത്തുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേണ്ട പ്രിയപ്പെട്ടവര്, എത്ര ശക്തിയോടെ എത്ര സുന്ദരമായി തുഴകൾ അറിഞ്ഞുകൊണ്ട് ആ താണിയൻ ദി ഗ്രേറ്റിന്റെ ആ ചുരുള് എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പമുണ്ട് ഗോതിരുത്ത് പുത്രൻ. ഇതെന്തായാലും ശക്തമായിട്ടുള്ള ഒരു മത്സരമായിരിക്കും. കാരണം ഇനി ഫിനിഷിംഗ് ടച്ചിലേക്ക് 2 ടീമുകളും ഉയരുമ്പോൾ ഒരു തീപാറും പ്രകടനം നമുക്ക് മുൻപിൽ വരാം. അടിയക്കാരൊക്കെ അങ്ങനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ കുട്ടിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുപോകുമ്പോൾ താണിയന്റെ ഗ്രേറ്റാണോ ഗോതിരുത്ത് പുത്രനാണോ എന്ന് പറഞ്ഞ 2 വള്ളങ്ങളും 2 ടീമുകളും കൈമയിൽ നടന്ന് പോകരുമ്പോൾ ആര് വിജയിക്കും, ആര് പരാജയപ്പെടും? ഒരൽപ്പം മുൻപ് താണിയന്റെ ഗ്രേറ്റാണോ? ഇല്ല, വിട്ടുതരില്ല താണിയ, നിന്നെ ഞങ്ങൾ പിടിച്ചു കെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഗോതിരുത്ത് പുത്രൻ ഞാൻ താണിയനാണ്, ജലരാജാവാണ്, എന്നെ പിടിച്ചു കെട്ടാൻ നിനക്കാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് താണിയന്റെ ഗ്രേറ്റും. എന്തൊരു മത്സരം, എന്തൊരാവേശം! ആ പന്തായങ്ങളുടെ പെരുക്കത്താളം അങ്ങനെ മുറുകയല്ലേ താണിയനോ അതോ നമ്മുടെ പ്രിയപ്പെട്ട ഗോതിരുത്ത് പുത്രനോ? താണിയന്റെ ഗ്രേറ്റും ഗോതിരുത്ത് പുത്രനും ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ജലോത്സവ പ്രേമികൾ 1 വള്ളം നമുക്ക് മുൻപിലൂടെ നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് അങ്ങനെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട ചുണ്ടൻ വള്ളങ്ങളുടെ ആളുകളോട് പ്രത്യേകം പറയുന്നു, ആ വള്ളം കരയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ഏറെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും നമുക്ക് മുൻപിലൂടെ ആലപ്പാടൻ വള്ളം, കാരണം നമ്മുടെ ഒളിമ്പിക്സിനെ ഒരുപാട് കൈപ്പിടിയിലാക്കിയിട്ടുള്ള ആലപ്പാടൻ വള്ളമൊക്കെ നമുക്ക് മുൻപിലൂടെ പോകും. നമ്മുടെ ചുണ്ടൻ വള്ളം കരയോട് ചേർത്ത് പോകണമെന്ന് ഏറെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും എ ഗ്രേഡ് വിഭാഗത്തിന്റെ 2ാം പാദ മത്സരത്തിനുള്ള ഒരുക്കങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റാർട്ടർ ജിമിൻ സാർ അതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചു നിർത്തുന്നു. ഉണ്ടാക്കാതെ പ്രിയപ്പെട്ടവർ സഹകരിക്കുവാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതൊക്കെ ശരിയാണ്, നിങ്ങളുടെ തുഴകളൊക്കെ ഉയർത്തി കാണിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇവിടെ ട്രാക്കിന് അസൗകര്യം ഉണ്ടാക്കരുത്. സ്നേഹപൂർവ്വം പ്രിയപ്പെട്ടവരെ മത്സരത്തിലേക്ക് വരാം. നമ്മുടെ ഹനുമാൻ യുവശക്തി പുളിയത്തിരിത്തിന്റെ കൈക്കരുത്തിൽ ക്യാപ്റ്റൻ ബിനീഷ് നയിച്ചുകൊണ്ട് ലീഡിംഗ് ക്യാപ്റ്റൻ പ്രണവ്, അണിയത്ത് പ്രണവുണ്ട്, ആമരത്ത് കണ്ണൻ നയിച്ചുകൊണ്ട് ഹനുമാൻ നമ്പർ 1 1ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ഗരുഡൻ 2ാമത്തെ ട്രാക്കിലൂടെ ഗരുഡൻ സംഘം ബോട്ടുകൾക്ക് നയിക്കുന്ന ഗരുഡൻ 2ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ക്യാപ്റ്റൻ VKS സോളാർ, അതോടൊപ്പം തന്നെ ലീഡിംഗ് ക്യാപ്റ്റൻ KR രതീഷ്, മായാനദി റിസോർട്ട് നടുവിൽക്കര നയിക്കുന്ന, അതിനെ സ്പോൺസർ ചെയ്യുന്ന നമ്മുടെ മായാനദി റിസോർട്ട്സ് നടുവിൽക്കര നയിക്കുമ്പോൾ അണിയത്ത് സൂരജുണ്ട്, ആമരത്ത് ശരവണൻ നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ
ആവേശമുള്ള സുന്ദരമായ ഒരു നല്ല മത്സരം കാഴ്ചവെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർ കടന്നു വരുമ്പോൾ ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്കെന്ന് വ്യക്തമായി നമുക്ക് കാട്ടിത്തന്നുകൊണ്ട് ഗരുഡൻ ഏതാണ്ട് വള്ളപ്പാടുകൾ കുതിച്ചു പാഞ്ഞ് മുന്നോട്ട് കടക്കുമ്പോൾ പ്രിയപ്പെട്ട ഹനുമാൻ തൊട്ടു പിന്നാലെ ആവേശത്തിന് അല്ലെങ്കിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് ഒട്ടും തന്നെ കുറവില്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട ഹനുമാൻ തോന്നി വരുന്നു. ഗരുഡൻ ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയി. ഹനുമാൻ ഏതാണ്ട് നല്ല ഒരു താളത്തില് നല്ല ഒരു ആവേശത്തില് അവരും കുതിച്ച് ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഞങ്ങളും ഒട്ടും മോശക്കാരില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ഫിനിഷിംഗ് ടച്ച് ഒരു പക്ഷേ ഞങ്ങളുടെ എതിരാളി ഒരല്പം മുന്നിലായെങ്കിൽ എന്താ ഞങ്ങളുടെ ഫിനിഷിംഗ് ടച്ച് നിങ്ങളുടെ മുന്നിൽ ഇതാ പ്രദർശിപ്പിക്കട്ടെ. ഞങ്ങള് പുളിയന്തിരത്തിലെ യുവശക്തിയാണ്. അവരും ഫിനിഷിംഗ് പോയിന്റ് കടന്നുപോയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ.